20,000 രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് കുടിശ്ശികയായതിനെ തുടർന്ന് വീടിന്റെ ചിത്രം പതിപ്പിച്ച പോസ്റ്റർ പ്രചരിപ്പിച്ചത്. 20,000 രൂപ അടയ്ക്കാത്തതിൽ വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് ലേലത്തിനായി വീടിന്റെ ചിത്രമുള്ള പോസ്റ്റർ പതിച്ചത്. അരൂർ ചന്ദ്രൂർ പള്ളിത്തറക്കളം സുലഭ സുരേന്ദ്രൻ 5 കൊല്ലം മുമ്പാണ് വീട് നിർമ്മാണത്തിനായി കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തത്. തിരിച്ചടവ് മുടങ്ങി 1 ലക്ഷം കുടിശ്ശികയായി. കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വീട്ടിലെത്തിയതിനെ തുടർന്ന് 80,000 രൂപ അടച്ചു. ബാക്കി 20,000 രൂപ ഏപ്രിൽ 4-ന് അടയ്ക്കാമെന്ന് അറിയിച്ചത് സുലഭ പറഞ്ഞു. വീട് പണിക്ക് വേണ്ടി 5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തായിരുന്നു. അത് അടച്ചോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പെൻഡിങ് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വന്നായിരുന്നു. 1 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് 80,000 രൂപ ഇങ്ങനെ പലിശക്ക് എടുത്തിട്ട് 80,000 രൂപ അടച്ചു. ബാക്കി 20,000 രൂപ അടക്കണമെന്നും പറഞ്ഞ് അവർ ഇന്നലെ ഇവിടെ ബാങ്ക് മാനേജർ 2 സാറന്മാർ വന്നിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് കേൾക്കാൻ ഞങ്ങൾ അടുത്ത മാസം 4-ാം തീയതി കഴിയുമ്പോൾ അടച്ചോളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് പറ്റിക്കേല, ഈ മാസം തന്നെ അടക്കണമെന്നും പറഞ്ഞ് അവർ പോസ്റ്റ് ഇവിടെ വീട്ടിൽ ഒട്ടിച്ച്, അതുകൂടാതെ പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റ് ഒട്ടിച്ച് ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ നിവർത്തിയില്ലാതെ അകത്തിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആത്മീയമായി. ഭർത്താവ് സുരേന്ദ്രൻ നേരത്തെ മരിച്ചതാണ്. 2 ആൺമക്കളും 1 മകളും. മൂത്ത മകൻ തളർച്ച ബാധിച്ച് ചികിത്സയിലാണ്. 20,000 രൂപയാണ് നിലവിൽ കുടിശ്ശികയുള്ളത്. ഇതിനിടയിലാണ് വീട് സ്ഥലവും ലേലത്തിന് എന്നെഴുതിയ വീടിൻ്റെ ചിത്രവുമായുള്ള പോസ്റ്റർ നാട്ടിൽ പതിച്ചത്. വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിച്ചതിനെ തുടർന്ന് നിർധന കുടുംബത്തിന് വേദനയായി. ഇത് സംബന്ധിച്ച് സുലഭ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു. എന്നാൽ തുടർച്ചയായി കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന സാധാരണ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്ന് ബാങ്ക് അധികൃതരും പറയുന്നു.